ഇങ്ങനെ ശഫാഅത്ത് ചെയ്ത് രക്ഷിക്കുന്ന ഖുർആൻ അതുമാത്രമല്ല, ഇനിയും ഒരുപാട് അമലുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സൂറത്തിനെ പറ്റി, സൂറത്തുൽ ബഖറയും സൂറത്ത് ആൽ ഇംറാനും, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്ത വളരെ പ്രസിദ്ധമായ ഹദീസുകളിൽ പറയുന്നത് കാണാം. 2 പക്ഷിക്കൂട്ടങ്ങളെ പോലെ അൽ ബഖറയിലെ ആയത്തുകളും ആൽ ഇംറാനിലെ ആയത്തുകളും, ഓരോ ആയത്തുകളും സ്വന്തമായി വേർതിരിഞ്ഞ് വലിയ സംഘമായ 2 പക്ഷിക്കൂട്ടങ്ങളെ പോലെ നാളെ മഹ്ശറയിൽ പറന്നു വരും. ഇത് ഹിഫ്ളാക്കി ദിവസവും ഓതിയിരുന്ന മുഅ്മിനായ മനുഷ്യന് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യാനും അവന്റെ രക്ഷയ്ക്ക് വേണ്ടി റബ്ബിനോട് വാദിച്ച അവകാശങ്ങൾ വാങ്ങാനും വേണ്ടി 2 കൂട്ടം പക്ഷിക്കൂട്ടങ്ങളെ പോലെ അണിയായി സൂറത്ത് ബഖറയും സൂറത്ത് ആൽ ഇംറാനും വരും. തഹാജ്ജാനി അൻ സാഹിബിഹി, അത് പതിവായി ഹിഫ്ളായി കൊണ്ടു നടക്കാൻ ഭാഗ്യം ലഭിച്ച മുഅ്മിനു വേണ്ടി റബ്ബിന്റെ തിരുസന്നിധിയിൽ ശഫാഅത്ത് പറയുകയും അവന്റെ അവകാശത്തിനു വേണ്ടി വാദിച്ചു വാങ്ങിക്കൊടുക്കുകയും ചെയ്യും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തബാറക പതിവായി ഓതുന്ന ഒരിക്കൽ പ്രസിദ്ധമായ ഹദീസ് തുർമദിയും അബൂദാവൂദും ഒക്കെ റിവായത്ത് ചെയ്ത വളരെ പ്രസിദ്ധമായ ഒരു സംഭവത്തിൽ കാണാം. ഒരിക്കൽ ഒരു സഹാബി ഒരു യാത്രാവേളയിൽ രാത്രി വിശ്രമിക്കാൻ വേണ്ടി തമ്പടിച്ചു. വളരെ പ്രസിദ്ധമായ ഹദീസാണ്. തമ്പടിക്കുമ്പോൾ ഒരു സാധാരണ സ്ഥലം പ്രത്യേകിച്ചൊന്നും വിചാരിച്ചില്ല. പക്ഷേ തമ്പടിച്ച് അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയാവുമ്പോൾ കാണാൻ താൻ കിടക്കുന്നതിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ നല്ല സുന്ദരമായ ശൈലിയിൽ സൂറത്ത് തബാറക അങ്ങനെ ഓതുന്നത് കേൾക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ തബാറക സൂറത്ത് ഇങ്ങനെ ഓതുന്നു. സൂക്ഷിച്ചു നോക്കുമ്പോൾ അതൊരു ഖബറാണെന്ന് അറിയാതെയാണ് അവിടെ തമ്പടിച്ചത്. ഇപ്പൊ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു ഖബറാ. നേരം പുലർന്ന് യാത്ര കഴിഞ്ഞ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്റത്തിലെത്തിയപ്പോൾ ഈ സഹാബി പറഞ്ഞു, നബിയെ, ഞാൻ യാത്രയിൽ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് തമ്പടിച്ചിരുന്നു. തമ്പടിക്കുമ്പോൾ ഖബറാന്നൊന്നും ധാരണയില്ലാതെ രാത്രി ആയി നോക്കുമ്പോൾ ഇതിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ നന്നായി തബാറക സൂറത്ത് ഭംഗിയായിട്ട് ഓതുന്നു കേൾക്കുന്നു. നല്ല പോലെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു ഖബറായിരുന്നു. ആ ഖബറിന്റെ അകത്ത് നിന്നിട്ടാണ് ഈ ഖുർആൻ ഓത്ത് ഞാൻ കേട്ട് സാധാരണ കേൾവിയല്ല. അതാ പറഞ്ഞ കറാമത്തിനെ കണ്ടുകൊണ്ടും കാട്ടുകൊണ്ടും കേൾക്കുള്ളൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ചോദിച്ചു, അമാ അലിംത അന്ന തബാറക തഹാജ്ജൻ അൻ സാഹിബിഹി അന്നഹിയൽ മാനിയ, തബാറക പഠിച്ച് ഹിഫ്ളാക്കി പതിവാക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ വാദിച്ച അവകാശം വാങ്ങിക്കൊടുക്കുമെന്നും ഈ തബാറക ഖബറിലെ ശിക്ഷയെ തൊട്ട് തടയുമെന്നുമുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അപ്പൊ ഇദ്ദേഹം തബാറക സൂറത്ത് ഹിഫ്ളുള്ള ഒരു മഹാൻ മരണപ്പെട്ടതായിരുന്നു സഹാബാക്കളിൽ പെട്ട. പക്ഷെ ഇവിടെ ഖബറാണെന്ന് അറിയാതെ ഇയാള് അത്ര പരിചയമുള്ള ആളാവൂല. അങ്ങനെയാണ് ഖബർ എന്റെ അടുത്തായി പോയത്. അപ്പൊ ചുരുക്കത്തിൽ അതായത് നമ്മളിഞ്ഞിപ്പോ അവിടെ പോയി നോക്കിയാൽ പുറത്ത് കേട്ടില്ലെങ്കിൽ ഇന്നാൾക്ക് വെറുതെ പൊട്ടീസാണ് എന്ന് പറയാൻ നിൽക്കണ്ട. അതിനാ പറഞ്ഞത്, സാധാരണ കേൾവി കൊണ്ട് കേൾക്കാനോ സാധാരണ കാഴ്ച കൊണ്ട് കാണാനോ അത് സാധ്യമല്ല. പക്ഷേ കറാമത്തിന്റെ കണ്ണും കാതും ഉള്ളവർക്ക് കറാമത്ത് കൊണ്ട് ചിലത് കേൾക്കാനും കാണാനും സാധിക്കും. അങ്ങനെ മഹാന്മാരും രണ്ടും കണ്ടവരും കേട്ടവരും ഉണ്ട്. കഠിനമായ അദാബ് നടക്കുന്നത് കേൾക്കുകയും കാണുകയും ചെയ്ത ധാരാളം ആളുകൾ മഹാന്മാരിലുണ്ട്. അതുപോലെ തന്നെ അവിടെ അനുഭവിക്കുന്ന സുഖങ്ങളെപ്പറ്റിയും ആനന്ദത്തെപ്പറ്റിയും കണ്ടും കേട്ടും പറഞ്ഞ മഹാന്മാരുമുണ്ട്. അപ്പോ ഖബറിൽ ഒരു ഭാഗം ഇങ്ങനെ സന്തോഷത്തിലും ആനന്ദത്തിലും സുഖത്തിലും ആറാടിക്കൊണ്ടിരിക്കുക മാത്രമല്ല, അവര് ഫസ്റ്റിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം, അള്ളാഹുവേ അർസിൽനി ഇലാ അഹ്ലി ലിഉബശ്ശിറഹും ബിമാ ലഖീത്, പടച്ചോനെ നീ എനിക്ക് ഇത്രയൊക്കെ തിന്ന് അനുഗ്രഹിച്ചല്ലോ, ഞാൻ സന്തുഷ്ടനാണ്. പക്ഷെ എനിക്കൊരാവശ്യമുണ്ട്. ഇത്രമാത്രം എനിക്കിവിടെ കിട്ടിയ ഈ സന്തോഷം ഞാൻ എൻ്റെ വീട്ടിലൊന്ന് പോയി എൻ്റെ കുടുംബത്തോടും എൻ്റെ ഭാര്യ മക്കളോടും ഒക്കെ ഞാനൊന്ന് പറയട്ടെ. ഞാൻ ദുനിയാവിൽ ചെയ്ത ചില പ്രത്യേക പുണ്യകർമ്മങ്ങൾ, ആ പുണ്യകർമ്മങ്ങളുടെയൊക്കെ പ്രതിഫലമാണല്ലേ കാണുന്നത്. എനിക്ക് ഇത്രയൊക്കെ ഈ അമലുകൾക്ക് കിട്ടി എന്നുള്ള സന്തോഷം
ഞാൻ എന്റെ കുടുംബത്തോടും ഭാര്യ മക്കളോടും ഒന്ന് പറയട്ടെ, അതിനൊന്ന് ഞാനൊന്ന് പോയി വരാൻ എന്നെ നീ അനുവദിക്കണം. ആ ആവശ്യം മാത്രമാണ് അല്ലാഹു തആല എത്ര വലിയ മഹാന്മാരാണെങ്കിലും അനുവദിച്ചു കൊടുക്കാത്തത്. ഇനി അല്ലാഹു തആല പറയാം, ഖദ് സബഖത് മിന്നിൽ ഖൗലു അന്നഹും ലാ യർജിഊൻ. ഞാൻ നേരത്തെ തീരുമാനിച്ചു പോയി, മരിച്ച് പരലോകം പോകിയ ഒരാള് പിന്നെ ഭൗതിക ലോകത്ത് വന്ന് അവരെ ഭൗതികമായ നിലക്ക് അവിടുത്തെ അടുത്തേക്ക് തിരിച്ചു വരാന്ന് അറിയണം, അത് ഉണ്ടാവില്ല എന്ന് നേരത്തെ തീരുമാനം. ശുഹദാക്കളുടെ ആവശ്യതാണ്. ശുഹദാക്കള് പറ്റിയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രത്യേക ആളുകളെ പേരെടുത്തും പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ മൊത്തത്തിലും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് തന്റെ പിതാവാവുന്ന അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു വഫാത്ത് അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു ഹുദ് യുദ്ധത്തിൽ ഷഹീദായ മഹാനാം. ജാബിറിനെ വിളിച്ചുകൊണ്ട് പറയാണ്, ജാബിർ, ഞാൻ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാം. റബ്ബ് തമ്പുരാൻ നിന്റെ വാപ്പ അബ്ദുള്ളയെ ജീവിപ്പിച്ചു, എഴുന്നേൽപ്പിച്ചു, റബ്ബിന്റെ തിരുമുമ്പിൽ കൊണ്ടുപോയിരുത്തി. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. പരലോകത്തിന്റെ അവസ്ഥ ഇവിടുത്തെ അവസ്ഥയല്ല. പരലോകത്തിന്റെ അവസ്ഥ അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മള് റബ്ബ് തമ്പുരാന്റെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അള്ളാഹു പറയാണ്, യാ അബ്ദി തമന്നാ അലയ്യ. വാപ്പന്റെ മകനെ വിളിച്ചു വിധങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിന്റെ വാപ്പ അബ്ദുള്ളയെ അള്ളാഹു തമ്പുരാൻ ഇതിൽ ഷഹീദായവരാ എഴുന്നേൽപ്പിച്ച് റബ്ബിന്റെ തിരുമുമ്പിൽ ഇരുത്തിയിട്ട് പറയാണ്, അബ്ദുള്ള, നിനക്കെന്താ ആഗ്രഹമുള്ളതൊക്കെ പറഞ്ഞോ. തമന്നാരിയ, എന്നോട് നിനക്ക് എന്തോ ആശയുള്ള ഒക്കെ പറഞ്ഞോ. അപ്പൊ നിന്റെ വാപ്പ പറയാണ്, റബ്ബെ, എന്താ ഇനി ഞാൻ ആഗ്രഹിക്കാന്? എന്റെ എല്ലാ പാവങ്ങളും നീ പുറത്തു തന്നില്ലേ? നീ എന്നെ എല്ലിയിൽ എത്തിച്ചു തന്നില്ലേ? നീ എനിക്ക് സ്വർഗത്തിൽ ഇഷ്ടം പോലെ സഞ്ചരിക്കാനും ഭുജിക്കാനും കുടിക്കാനും സൗകര്യം തന്നില്ലേ? എല്ലാ ആഗ്രഹങ്ങളും നീ പൂർത്തിയാക്കി തന്നല്ലോ. ഇനി എന്ത് ചോദിക്കാനാ നിന്നോട്? വീണ്ടും അല്ലാഹു തആല പറയുന്നു, യാ അബ്ദി തമന്നാ അലയ്യ, എന്തെങ്കിലും നിനക്ക് ആഗ്രഹമുള്ളത് നീ പറയണം എന്ന് പറയുമ്പോൾ വീണ്ടും ഇതേ തന്നെ പറയുമ്പോൾ മൂന്നാമത് വീണ്ടും റബ്ബ് തആല ചോദിക്കുകയാണ്, യാ അബ്ദി തമന്നാ അലയ്യ, നീ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടാവൂലേ? ഒക്കെ കൊതിച്ചു. അപ്പൊ പറയാ, റബ്ബി ഇന്നി അതമന്നാ അലൈക അൻ യർജിഅനി ഇലാ ജസദി ലിഉഖ്തല ഫീ സബീലിക മർറതൻ സാനിയ. പടച്ചോനെ, ഞാൻ ഏറ്റവും മുന്തിയ പുണ്യകർമ്മമായിട്ട് നിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് രക്തസാക്ഷിത്വം വഹിച്ചതാണ് അനുഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് ആകെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ ആത്മാവ് വീണ്ടും ദുനിയാവിലേക്ക് അയച്ചിട്ട് പഴയ തടിമ്മലൊന്ന് പ്രവർത്തിക്കാനുള്ള സൗകര്യം തരിക, ഒന്നുകൂടി ജീവിക്കുക, എന്നിട്ട് നിന്റെ ദീനിന്റെ ശത്രുക്കളോട് നിന്റെ ദീന് ഹയാത്താക്കേണ്ടതിന് വേണ്ടി യുദ്ധം ചെയ്ത് ഒരിക്കൽ കൂടി ഷഹീദാകാനുള്ള ഒരു ചാൻസ്. ആ ഒറ്റ ആഗ്രഹമുള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്നുകൂടി ജീവിച്ചിട്ട് ഷഹീദാകണം എന്നുള്ള. അവിടെയും അള്ളാഹു പറയുന്ന മറുപടി, സബഖത്ത് മിന്നി അന്നഹും ലാ യർജിഊൻ. ഇനി ഭൗതിക ശരീരത്തിലേക്ക് മടങ്ങിപ്പോയി ദുനിയാവിൽ ജീവിക്കുക എന്നത് ഉണ്ടാവില്ല എന്ന് നേരത്തെ എന്റെ തീരുമാനമാണ്. അത് മാറ്റാൻ നിവൃത്തിയില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറുണ്ട്. പോകേണ്ടതിന്റെ ആവശ്യം എന്താ? നമ്മളെ ഭാര്യക്കും മക്കൾക്കും ജ്യേഷ്ഠാഞ്ചന്മാർക്കും കുടുംബങ്ങൾക്കും ചങ്ങായിമാർക്കും ഒക്കെ ഇവിടുത്തെ അവസ്ഥ ഒന്ന് പറഞ്ഞു കൊടുക്കാനാണ്. ആ സന്തോഷം ഞങ്ങൾ ഇന്തൊക്കെ അനുഭവിക്കുന്ന ഇത്ര സുഖത്തിലാണ്, ഞങ്ങൾ സന്തോഷത്തിലാണ്. അത് പറഞ്ഞു, അതിന് നിങ്ങൾ വിഷമിക്കേണ്ട, അക്കാര്യം ഞാൻ എത്തിച്ചുകൊള്ളാം ആണ്. എന്ന് പറയുന്ന ആ ആയത്തിറങ്ങാനുള്ള ഭാഷാത്തലം ഈ സംഭവമായിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ഒരൊറ്റ ആഗ്രഹമേ പിന്നെ അവിടെ ഉള്ളൂ മഹാന്മാർക്ക്. അത് നടക്കില്ല എന്ന അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ പിന്നെ ആകെ ഉള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇനി ഇവരൊക്കെ ആയിട്ടൊന്ന് കൂടിച്ചേരണമല്ലോ, ഇനി കുടുംബങ്ങളുമായിട്ട് ഒരുമിച്ച് കൂടാം, അപ്പോഴല്ലേ ഈ സന്തോഷമുള്ളൂ. നമുക്ക് നല്ല സുഖമാണ്, പക്ഷേ കുടുംബമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ സുഖത്തിന് രസമില്ല. അപ്പൊ പിന്നെ അവരുടെ പ്രാർത്ഥന റബ്ബി അഖിമിസ്സാഅ റബ്ബി അഖിമിസ്സാഅ റബ്ബി അഖിമിസ്സാഅ. സ്വർഗീയമായ ആനന്ദത്തിലും സുഖത്തിലും മാറാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഖബറാളി നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, റബ്ബി അഖിമിസ്സാഅ, പടച്ചോനെ ഖിയാമത്ത് നാൾ വരെ ആയിക്കോട്ടെ, ലിഅർജിഅ ഇലാ അഹ്ലി വമാലി, എന്റെ കുടുംബത്തിലേക്കും എന്റെ സമ്പത്തിലേക്കും എനിക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇനിയിപ്പോ അതല്ലേ നിവൃത്തിയുള്ളൂ, അതുകൊണ്ട് വേഗം ഖിയാമത്ത് നാളാവട്ടെ.
അതേ സമയത്ത് കാഫറുകളാണെങ്കിൽ, അതുപോലെ തന്നെ പാപികളാണെങ്കിൽ ഇതിനെ നേരെ വിപരീതമായി കഠിനമായിരിക്കുന്ന അദാബിൽ കടന്ന് പൊളയുകയാണ്. നേരെ നരകത്തിൽ കയറിയിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. നരകത്തിലേക്ക് കവാടം തുറക്കപ്പെട്ട് നരകത്തിൽ നിന്നിട്ടുള്ള 2 പലക പോലെയുള്ള തീയിന്റെ അഗ്നിയാലൊന്ന് അടിയിൽ വിരിക്കാനും ഒന്ന് മുകളിൽ വിരിക്കാനും പുതക്കാനും 2 തീക്കുണ്ടാരത്തിൽ നിന്നിട്ട് നിർമ്മിക്കപ്പെട്ട പ്രത്യേകമായിരിക്കുന്ന തീപ്പലകകൾ കൊണ്ടുവന്ന്, നമ്മളല്ലേ കൽത്തപ്പം ചുടുന്ന കഥ പോലെ, അല്ലാഹുതആല കാത്തുരക്ഷിക്കുമാറാട്ടെ. കൽത്തപ്പം ചുടുന്നുണ്ടോ? അടിയിൽ തീയുണ്ടാവും, മുകളിൽ എന്താക്കും? തീയിടും, മുകളിലും കണലിടും. അങ്ങനെ എന്നാലേ ശരിക്കും പോകുള്ളൂ എന്ന് അമ്മമാര് പറയാം. അടിയിലും മുകളിലും എന്നതുപോലെ അടിയിൽ ഒരു തീ കൊണ്ടുള്ള പലക വെച്ച് മുകളിലും ഇതിന്റെ ഇടയിൽ കിടക്കുകയാണ് ഈ മനുഷ്യൻ. അതിന്റെ പുറമെ നരകത്തിലേക്ക് ഒരു കവാടം നേരെ തുറക്കപ്പെട്ട് അതിൽ നിന്നുള്ള ചൂടും ദുർഗന്ധവും വരുന്നതിന് പുറമെ അവിടെ നടക്കുന്ന കഠോരമായിരിക്കുന്ന അദാബിന്റെ അവസ്ഥ കണ്ണുകൊണ്ട് നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവന് പിന്നെ ഇവന്റെ ഭാര്യയെ പറ്റിയിട്ടോ ഇവന്റെ മക്കളെ പറ്റിയിട്ടോ ഇവന്റെ കുടുംബത്തെ പറ്റിയിട്ടോ ഇവന്റെ സ്വത്തിനെ പറ്റിയിട്ടോ ഒന്നും ചിന്തിക്കാനുള്ള സമയമില്ല, അതിനുള്ള സാഹചര്യമില്ല. അവൻ ഇതിൽ കിടന്ന് പൊളയുകയാണ്. അവന് ഏക വേജാറ്, പടച്ചോനെ ഇപ്പൊ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, നരകത്തേക്ക് കയറിയിട്ടില്ല, ഇങ്ങനെ തീയിന്റെ നടുവിലാ കിടക്കുന്നത്. അതുപോലെ തന്നെ തീയിൽ നിന്നുള്ള ചൂടുകാറ്റും അവിടെ നിന്നുള്ള ദുർഗന്ധവും അനുഭവിക്കുന്നേ ഉള്ളൂ. മറ്റ് നടക്കുന്ന അദാബ് കണ്ണുകൊണ്ട് കാണുന്നേ ഉള്ളൂ. ഖിയാമത്ത് നാൾ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് നേരെയാണല്ലോ പ്രവേശിക്കേണ്ടത്. അതുകൊണ്ട് റബ്ബി ലാ തുഖിമിസ്സാ, പടച്ചോനെ ഖിയാമത്ത് നാൾ വരാതിരിക്കട്ടെ. ഖിയാമത്ത് നാൾ അങ്ങോട്ട് പോകാണല്ലോ വേണ്ടത്. ഇപ്പൊ ഇത് അനുഭവിച്ചാൽ മതിയല്ലോ. ഈ രണ്ടാരൊരവസ്ഥയിലാണ് ഖബറിൽ ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിലും കാഫറായ മനുഷ്യനാണെങ്കിലും കിടക്കുന്നത് എന്ന് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ പിന്നെ ഒരു ഇസ്കാല്, ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഇസ്കാല് പറഞ്ഞാൽ ചൊർക്ക് കിട്ടൂല, പക്ഷെ പറയാതെ കാനം വയ്യല്ലോ. മൻ റബ്ബുക വെച്ച് അതിന് റബ്ബി അല്ലാഹു മറുപടി പറഞ്ഞു. വൻ നബിയുക വെച്ച് അതിനും മറുപടി പറഞ്ഞു. ഉമാ ദീനുക വെച്ച് ശരിക്കും മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞാൽ എന്ത് പറയും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ ചെയ്യും, അൻ സദഖ അബ്ദി, എന്റെ അടിമ പറഞ്ഞത് സത്യമാണ്, അതുകൊണ്ട് ഫഫ്രിഷൂഹു മിനൽ ജന്ന വൽബിസൂഹു മിനൽ ജന്ന വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന. വളരെ ശരിയാണ്, പറഞ്ഞതൊക്കെ റെഡി, ഓക്കെയാണ്, ഇനി ചോദിക്കണ്ട. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കി ധരിക്കട്ടെ. അയാള് സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് കൊണ്ടുവന്ന് കൊടുക്കുക, ആ സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് വിരിക്കട്ടെ. എന്നിട്ട് സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കൂ, ആസ്വദിക്കട്ടെ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയാ, മലക്കുകൾ പറയും നം കനൗമത്തിൽ അറൂസ്, മണവാളൻ ഉറങ്ങുന്നത് പോലെ ശാന്തമായി ഉറങ്ങുക എന്ന്.